പത്തനംതിട്ടയിൽ കനത്ത മഴയെ തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ച ഇന്ന് ട്യൂഷൻ സെന്ററിൽ വിദ്യാർത്ഥികൾ എത്തണമെന്ന ഒരു ശബ്ദ സന്ദേശം വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രചരിച്ചാൽ കളക്ടർ വെറുതെ ഇരിക്കുമോ? അവധി ദിനമായ ഇന്ന് തുറന്നു പ്രവർത്തിക്കുന്ന ട്യൂഷൻ സെന്ററുകൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ പോലീസിന് നിർദ്ദേശം നൽകി. പ്രചരിച്ച ശബ്ദ സന്ദേശം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കുഞ്ഞുങ്ങളെ, നല്ല മഴയുടെ പശ്ചാത്തലത്തിൽ പത്തനംതിട്ട ജില്ലയിൽ സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നറിയാമല്ലോ. പക്ഷേ നമുക്ക് പാഠഭാഗങ്ങൾ നല്ലതുപോലെ തീരാനുണ്ട്. പിന്നീട് അങ്ങോട്ട് ശബ്ദ സന്ദേശം കേട്ടാൽ കനത്ത മഴയെ അവഗണിച്ചും രക്ഷിതാക്കൾ കുട്ടികളെ ട്യൂഷൻ സെന്ററിലേക്ക് വിടും. കുഞ്ഞുങ്ങളെ, നാളെ പത്തനംതിട്ട ജില്ലയ്ക്ക് നല്ല മഴയുടെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് നാളെ സ്കൂളിൽ പഠിത്തമില്ലാത്തത്. സ്വാഭാവികമായിട്ടും ചില പേരൻസിലേക്കും മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും, നമ്മളെന്തിനാണ് ക്ലാസ് വയ്ക്കുന്നത്, നമുക്കും അവധി അല്ല എന്ന്. അവധിയെ കൊടുക്കേണ്ടതാണെന്ന് എനിക്കും അറിയാം. പക്ഷേ നമുക്ക് പോർഷൻ നല്ലപോലെ തീരാനുണ്ട്. സ്കൂളിൽ ഇപ്പോൾ തുറന്നപ്പോൾ തന്നെ സ്കൂളുകാർ ഒരു മാസം കൊണ്ട് തന്നെ അവിടെ നല്ല സ്പീഡിൽ ഒരു പോർഷൻ മുന്നോട്ട് പോകും. നമുക്കൊരു ക്ലാസ് എടുക്കാൻ പറ്റിയാൽ അത് വലിയ കാര്യമാണ്. ചിലപ്പോൾ ഇനിയും ഇങ്ങനെ പലപ്പോഴും നമുക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അവധി പ്രഖ്യാപിച്ച ദിവസങ്ങളിൽ നമ്മൾ അവധി കൊടുത്തു കഴിഞ്ഞാൽ അന്ന് വലിയ മഴയൊന്നും തൊട്ട് കാണത്തുമില്ല. അവസാനം അന്ന് പിന്നെ മുഴുവൻ നമുക്കൊരു നഷ്ടബോധം ഉണ്ടാവും, ക്ലാസ് എടുക്കാൻ പറ്റിയില്ലോ എന്ന് ഓർത്തിട്ട്. എന്തായാലും ഞാൻ ആ റിസ്ക് എടുക്കുകയാണ്. ക്ലാസ് നമ്മളെന്തായാലും വെച്ചിട്ടുണ്ട്. കുട്ടികൾ ട്യൂഷൻ സെന്ററിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം എന്ന മുന്നറിയിപ്പാണ് ഇനി. ഇത് പറയാൻ കാരണം, നിങ്ങൾ നല്ല സൂക്ഷ്മതയോടുകൂടി വേണം നാളെ വരാൻ. നല്ലൊരു പങ്ക് കുട്ടികളെയും വീട്ടുകളിൽ നിന്ന് കൊണ്ടുവിടുന്നവരാണ്. അവർക്ക് പ്രശ്നമല്ല, പേരൻസ് കൊണ്ടുവിടുന്നവരാണ്. കുറച്ച് കുട്ടികൾ ലൈൻ ബസ്സിനും അല്ലാതെ നടന്നൊക്കെ വരുന്നവരുണ്ട്. അവർ നല്ല സൂക്ഷ്മതയോടെ ശ്രദ്ധയോടും കൂടി വരാൻ. ഒരു കാരണവശാലും കുട ഇല്ലാതെ വരരുത്, നനഞ്ഞു വരുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നടന്നു വരുന്നവർ ഈ കൂട്ടുകാർ 2-3 പേര് കൂടി കുടയിൽ നിന്നോർത്ത് റോഡിലൂടെ നിരന്ന് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. വാഹനങ്ങൾ മഴയൊക്കെയാണ്, ആരെങ്കിലും വാഹനങ്ങൾ പിന്നിലൂടെ വന്ന് നമ്മളെ തട്ടുന്ന സാഹചര്യം ഉണ്ടാവരുത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും റോഡിൻ്റെ വലതുവശത്ത് കൂടി കുട നോർത്തൂടെ നടക്കുമ്പോൾ ഒറ്റയ്ക്ക് വേണം നടന്നു വരാൻ. കൂട്ടം കൂടി ഒരു കാരണവശാലും വരാൻ പാടില്ല. ഒരു കാരണവശാലും വെള്ളത്തിലിറങ്ങുന്ന ഒരു കാര്യങ്ങളും ചെയ്യരുത്. മുട്ടൻ്റെ വെള്ളമേ ഉള്ളെങ്കിൽ പോലും എത്ര ചെറിയ തോടാണെങ്കിലും ആഴം കുറവാണെന്ന് കരുതി ഇറങ്ങാൻ ശ്രമിക്കരുത്. റോഡിൻ്റെ വലതുവശത്ത് കൂടി തന്നെ നടന്നു വരണം. ബസ്സിൽ കയറുമ്പോഴും ഒക്കെ ഒത്തിരി സൂക്ഷിക്കണം. ഒരു അപകടവും ആരും വരുത്തി വെക്കരുത്. എന്തെങ്കിലും ഒരു ചെറിയ അപകടമെങ്കിലും ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സമാധാന ഉത്തരവാദിത്വം മുഴുവൻ നമ്മൾ പറയണം. കളക്ടർ അവധി പ്രഖ്യാപിച്ച ദിവസം ക്ലാസ് വെക്കുക എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്വം കൂടുതലാണ് നമുക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു അപകടങ്ങൾ ആരും വരുത്തി വെക്കരുത്. നല്ല ശ്രദ്ധയോടുകൂടി തന്നെ എല്ലാവരും വരണം. ഞാൻ പറഞ്ഞതിൻ്റെ ഗൗരവം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതിനനുസരിച്ച് വേണം എല്ലാവരും പെരുമാറാൻ. ഏതായാലും ഈ ശബ്ദ സന്ദേശം കളക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ശേഷം ഒരു അറിയിപ്പും കളക്ടർ ഇറക്കി. കുട്ടികളുടെ സുരക്ഷയെ കരുതിയാണ് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയതെന്നും അവധി അവഗണിച്ച് പ്രവർത്തിക്കുന്ന ട്യൂഷൻ സെന്ററുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ട്യൂഷൻ സെന്ററുകളിൽ പോലീസിന്റെ നിരീക്ഷണം ഉണ്ടാകുമെന്നും കുട്ടികളെ ഇന്ന് രക്ഷിതാക്കൾ ഒരു കാരണവശാലും പുറത്തു വിടരുതെന്നുമാണ് കളക്ടറുടെ അറിയിപ്പ്. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.